ഹലോ ഗൈസ്, നമ്മൾ പറമ്പിലുള്ളത്. പറമ്പിൽ നമ്മൾ അങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ തേങ്ങയൊക്കെ ചാടി കിടക്കുന്നുണ്ടാവും. അതുപോലെ എന്താ അവിടുത്തെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഗൈസ്, ഇവിടെ നിറച്ച് കാടാണ്. മേലക്ക് കയറണമെങ്കിൽ ഒന്ന് വെട്ടിയിട്ടേ പോകാൻ പറ്റുള്ളൂ. എനിക്ക് സത്യം ഈ കാട് വെട്ടൽ വലിയ പരിചയമല്ല. എന്നാലും വെട്ടാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. പാമ്പുകളുണ്ടാവും, പാമ്പുകൾ. നിറയെ കാടാണ്. കാട് വെട്ടിയിട്ട് ഇപ്പോൾ 2-3 മാസമായി. പക്ഷെ വീണ്ടും കാടായി. മുരിങ്ങയുണ്ട് ഗൈസ്, മുരിങ്ങ വേണ്ടടി? വേണ്ടേ? അവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. മുരിങ്ങക്കായൊന്നുമില്ല. അതിലുണ്ടോ? അല്ല, മുരിങ്ങക്കായ ഉണ്ടായിരുന്നത് വെട്ടി ഞാനന്ന്. അത് കുറേ ആയിരുന്നു. ഭയങ്കര മോള് പോയിട്ട് ഒന്നും കിട്ടൂല. നല്ല മുരിങ്ങ, അടിപൊളി മുരിങ്ങ. അത് മുരിങ്ങ പൂത്തിനതാ. പൂവിട്ടിന്. ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ട് കായ്ച്ചിട്ട് വെട്ടാൻ നമ്മളെ മുദീർ പറയുന്നത് കേട്ടോ. ഓ, മഹാഗണിയൊക്കെ ആയല്ലോ. നമ്മൾ വെച്ച് പിടിപ്പിച്ചാണ്ടായി മഹാഗണിയൊക്കെ. ഞാൻ വെച്ച് പിടിപ്പിച്ചാണത്. ഒന്നല്ല, ഒരുപാടുണ്ട്. മാഷാ അല്ലാഹ്. തേങ്ങ മുളച്ചോ? എവിടെ? അയ്യോ, ഇപ്പോൾ കൊണ്ടുപോകും. അപ്പോൾ തേങ്ങ എടുക്കാണ്ടേ, വീണിട്ട് എടുക്കാനായിട്ട് കണ്ട തേങ്ങ മുളച്ചിരിക്കും. ഇനി കൊണ്ടുപോയി ഗൈസ്, നമ്മുടെ ചെറിയ മുളക് കേട്ടോ. അതാ നല്ല എരിവുള്ള മുളക്. എന്താണ് ഇതിന് പറയുക? ചീരമുളകോ? നല്ല അടിപൊളി മുളക്. ഇതിങ്ങനെ ഇടയിൽ മുളച്ചുണ്ടാവണമെന്ന്. നമ്മൾ നട്ട് വളർത്തിയൊന്നുമല്ല. മഞ്ഞളുണ്ട് കുറച്ച്. മഞ്ഞൾ കളയ്ക്കാം. എന്നെ കൊണ്ട് കഴിയില്ല, ഒരാളെ വിളിച്ച് കൊണ്ടുവരാം. മഞ്ഞളുകളുണ്ട്. കുരുമുളകായിട്ടുണ്ട്. പറിക്കണം. അധികമൊന്നുമില്ല, നമുക്ക് വീട്ടാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. അത്രേ ഉണ്ടാവുള്ളൂ. ഒരാൾ മുളക് പറിക്കാൻ തുടങ്ങിയിട്ടോ. മുളക് ഇങ്ങനെ നിൽക്കുന്നിട്ടിട്ട് ആൾക്ക് പഠിക്കുന്നില്ല. എന്താ എല്ലാം പറിച്ചിട്ട് ഇപ്പോൾ വള്ളിയടക്കം പറിച്ചിട്ട് പോകും. അടുത്ത കൊല്ലം വേണം മുളക്. ഇന്നത്തോടെ കൂടെ മുളക് തീരോ? മീനിപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ. നമുക്ക് പോയിട്ട് കുരുമുളകൊക്കെ അപ്പോൾ തന്നെ വെള്ളം കുറയും വായിൽ. ഇങ്ങനെ എന്താണ്? ഇല്ലടാ, അതിലൊന്നും ഉണ്ടാവില്ല. എന്ത്? ആ, ഇങ്ങനെ ഇതിനെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഈ സംഭവം എന്താണ്, ഈ ഇല എന്താണെന്ന് പറഞ്ഞു തരുകയാണെങ്കിൽ. ഇത് നന്നാരി അല്ലേ? ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണേ.
ഈ സാധനം കേട്ടോ. ഇവിടെ ഒരു പൊത്തൊക്കെ കാണുന്നുണ്ട്. എന്താണ്? വലിയൊരു മാളം. ഇതിനകത്ത് വല്ലതുണ്ടോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ക്യാമറയിൽ നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. കണ്ട അതിനകത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. തായി തോട്ടിൽ ഒരു തോടാണ്. ഗൈസ്, അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ചേമ്പ് കളക്കുക. കുറച്ച് കുറ്റിച്ചേമ്പുകളുണ്ട്, അത് കളച്ചിട്ട് നോക്കാം താഴെ എന്തെങ്കിലും ഉണ്ടോ. ഇതാ കിഴങ്ങ് അല്ല ചേമ്പ് ഈ ചേമ്പുകളൊക്കെ ഒന്ന് കളച്ച് നോക്കണം. അങ്ങനെ കുറച്ചുണ്ട് ഇവിടെ, അവിടെ ഇവിടെ ആയിട്ട് കുറേ ഉണ്ട്. അപ്പോൾ പറിച്ച് നോക്കട്ടെ കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്ന് നിന്നാൽ ഭയങ്കര രസമാണ്, ഭയങ്കര ഒരു കാമാണ്, ഭയങ്കര ആ പക്ഷികളുടെ ശബ്ദവും എന്തൊരു രസമാണെന്നറിയാം ഇവിടെ വന്ന് നിന്നാൽ. ഞാൻ മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് വന്നിട്ടില്ല. ഇവിടെ ഭയങ്കര രസമാണ്. ഇവിടെ അങ്ങനെ വന്ന് നിന്ന് ഒരു സുഖമാണ്, ഒരു മനസ്സിനൊരു സംതൃപ്തിയാണ്. ഇങ്ങനെ ഈ കാടും നിറയെ പുല്ലും തോടും. ഈ തോട്ടിലൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ. ഇവിടെ ഒരു തോടുണ്ട്, അതിൽ വെള്ളമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. ഭയങ്കര രസമുണ്ട്. ഞാൻ മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അധികം വരവില്ല. തേങ്ങ ഒരുപാട് ചാടിക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വാഴക്കൊലുണ്ട് കേട്ടോ, വാഴ ഒന്ന് വെട്ടാണ്ട്. കിളികൾ തിന്ന് പോയതാ, തത്ത തിന്നായിരിക്കും. കിളികളുണ്ട്. പിന്നെ ഇവിടെ മൊച്ചയുണ്ട് കേട്ടോ, പറയാൻ പറ്റില്ല, മൊച്ചയാവാൻ സാധ്യതയുണ്ട്. കുരങ്ങന്മാർ കേട്ടോ. മൊച്ച എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് എനിക്കറിയില്ല. ഉണ്ട് വാഴയുടെ തട്ടാണ്ടോ, ഇതിനെന്താ പറയുക? ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ തട്ടാന്ന് പറയും, വാഴത്തട്ട. അയ്യോ, മുളകൊക്കെ പറിച്ചു. പച്ചമുളകിൻ്റെ ചീരമുളക്, നല്ല എരിവുള്ള മുളക്. ഇങ്ങനെ ഒരു കടി അടിച്ചാണ്ടല്ലോ കണ്ണിലെ പൊന്നി ചോറും. ആ മുളകാണിത്. എന്താ മുളകിലെ കൗങ്ങുതൈയാണ്. ഇതിവിടെ മുളച്ചും പൊട്ടി മുളച്ചുണ്ടായത് കേട്ടോ. ഇവിടെ പൊട്ടി മുളച്ചാണ്, നമ്മൾ നട്ടു വളർത്തിയൊന്നുമല്ല.